ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാൻ ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടു. അതായത് ഇന്ന് വെള്ളിയാഴ്ച. ഇന്നലെ ഞാൻ ആവേശം കണ്ടു. വേറെ പടങ്ങളൊന്നും ഇന്നലെ കണ്ടില്ല. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു ഫീൽ ഗുഡ് ക്ലാസിക് പടമായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ചിലവർ പറഞ്ഞ പോലെ മാസ് കോമഡി അങ്ങനെയൊന്നും ഇല്ല. കോമഡി അങ്ങനെയാണ് ചിലവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു ക്ലാസിക്കൽ പടമായിട്ട് തോന്നിയത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ധ്യാനും അതേപോലെ തന്നെ പ്രണവുമാണ് മികച്ചു നിൽക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും നല്ല രസമായിട്ട് ഒരു സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങുന്ന ഒരു കഥയാണ്. അവിടെ നിന്ന് പിന്നെ സിനിമ പിടിക്കണു, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ അതിൽ ഇടയ്ക്ക് ചതിവും പറ്റുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പടത്തിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടല്ല, ധ്യാനും പ്രണവിനും പുറമെ മറ്റേ ആസിഫ് അലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അജു വർഗീസ്, അതേപോലെ നിവിൻ പോളിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട സാധനമാണ്. പുള്ളി അത് സെക്കൻഡ് ഹാഫ് തുടങ്ങി നിവിൻ പോളിയാണ് പടം കൊണ്ടുവയ്ക്കണത്. കാരണം സെക്കൻഡ് ഹാഫ് തുടങ്ങി പുള്ളിയുടെ ഒരു കോമഡിയും എല്ലാ കാര്യങ്ങളും നല്ല രസമായിട്ട്, പുള്ളിയുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പല ഇതിലും നമുക്കറിയാമല്ലോ, പുള്ളി അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്, ബോഡിങ് ഷേവിങ് ചെയ്യുന്നുള്ള പട്ടികളെന്നും പറയും. അതൊക്കെ രസമാണ്. തിയേറ്ററിൽ കണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നി. അതായത് ലാഗ് എനിക്ക് തോന്നിയില്ല. അത് ചിലവരൊക്കെ പറയണ പോലെ ഇത് മാസ് അല്ല, ഒരു ക്ലാസിക്കൽ കോമഡി പടം അങ്ങനെ വേണം മറ്റു വർഷങ്ങൾക്ക് ശേഷം സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്തായാലും ഒരു 4 കൊടുക്കുന്നു ഔട്ട് ഓഫ് 5. എന്തായാലും നല്ല പടം, പോയി കണ്ടു.